മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സൃഷ്ടാവേ, നിൻ കൈകളിൻ പ്രവൃത്തി അദ്ഭുതവും വിസ്മയനീയവും, നിൻ പ്രഭാവം കാണുന്നു പ്രപഞ്ചത്തിൽ, കേൾക്കുന്നു ഞാൻ നിർഘോഷ ശബ്ദവും. എന്നാത്മാവും പാടിയിടും രക്ഷകാ, നിൻ വൈഭവം അത്യഗാധം. എന്നാത്മാവും പാടിയിടും രക്ഷകാ, നിൻ വൈഭവം അത്യഗാധം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേലധികാരിയുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ തേരിൽ ഇരുന്ന് യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് എന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ, പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഇങ്ങനെ അവർ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവത്തിനെ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസ് ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. നമ്മുടെ ധ്യാനത്തിൻ്റെ സൗകര്യത്തിനായിട്ട് 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയുടെ കാര്യം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്? അക്കാലത്ത് എത്രയോ ആളുകൾ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യം തിരുവെഴുത്തിൽ ഉണ്ടാകണം എന്നെന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു? രണ്ടാമത്തെ, എന്തുകൊണ്ടാണ് യെരുശലേമിൽ ഈ 12 അപ്പോസ്തലന്മാരുണ്ടായിരിക്കെ അപ്പോസ്തലനല്ലാത്ത ഫിലിപ്പോസിനെ ദൈവം ഈ ദൗത്യം ഏൽപ്പിച്ചത്? മൂന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നത്? അല്പം വെള്ളം ആ രഥത്തിൽ ഇല്ലാതിരിക്കുമോ? നാലാമതായിട്ട്, എന്തുകൊണ്ടാണ് ഈ മന്ത്രിയുടെ കൂടെയുള്ള ആളുകൾ സ്നാനപ്പെടാതിരുന്നത്? ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ഈ മന്ത്രിയുടെ കാര്യം പരിശുദ്ധാത്മാവ് എഴുതിയത്? ഈ മന്ത്രി ഒരു സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം
യെരുശലേമിൽ യഹൂദന്മാരുടെ ദേവാലയത്തിൽ ചെന്ന് ആരാധന കഴിച്ചാൽ, യാഗങ്ങളൊക്കെ കഴിച്ചാൽ, പെരുന്നാളുകൾ കൂടിയാൽ പാപമോചനം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരറിവ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം, സത്യാന്വേഷിയായ അദ്ദേഹം യെരുശലേമിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ ഒരു സന്തോഷമൊന്നും ഉണ്ടായില്ല. കാരണം സന്തോഷിച്ചുകൊണ്ട് വഴിക്ക് പോയി എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട ശേഷം ഉള്ള കാര്യമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം തൻ്റെ സത്യാന്വേഷണത്വര കൊണ്ട് ഈ ബൈബിൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ കാലത്ത് ബൈബിളിന് വളരെ വിലയുണ്ട്. തോൽ ചുരുളുകളാണ്. അദ്ദേഹം ധനികനായതുകൊണ്ട് ബൈബിള് വാങ്ങിച്ചു. അത് ഷോക്കേസിൽ വെക്കാനല്ല. പലരും സകലമാന പുസ്തകങ്ങളും വാങ്ങിച്ചിങ്ങനെ ഷോക്കേസിൽ ഒരു അഭിമാനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് വെക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം വായിക്കാനാണ്, അറിയാനാണ്, പഠിക്കാനാണ്, അനുസരിക്കാനാണ്. അങ്ങനെ തേരിലിരുന്ന് വായിക്കുക. വഴി ഇന്നത്തെ പോലെ സ്മൂത്തായ റോഡൊന്നും അല്ലല്ലോ. അപ്പോൾ കുതിരകൾ ഓടിക്കുന്ന ഈ വണ്ടിയിലിരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ തൽപരത കൊണ്ട് അദ്ദേഹം വായിക്കാൻ, ഇതറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ദൈവം തൻ്റെ ദാസനെ ഫിലിപ്പോസിനെ അങ്ങോട്ട് അയക്കുന്നത്. എന്തായാലും ഫിലിപ്പോസ് കയറി സുവിശേഷം പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്നുള്ളത് പഴയ നിയമത്തിലെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം, അതായത് ഈ ഷണ്ണൻ വായിച്ച അതേ ഭാഗത്ത് നിന്ന് തെളിയിച്ചു കൊടുത്തു. അദ്ദേഹം അനുസരിക്കാൻ തയ്യാറായി. അദ്ദേഹം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു. അതിനുശേഷം സന്തോഷത്തോടെ പോകാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണമാണ്. 12-ാം സംഗീതത്തിൽ ഒരു വാക്യമുണ്ട്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനതിൽ ആക്കും. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഫിലിപ്പോസ്, എത്രയോ അപ്പോസ്തലന്മാരവിടെയുണ്ട്, പ്രിയപ്പെട്ടവർ, ഫിലിപ്പോസ് ശമരിയിൽ പോയി സുവിശേഷം അറിയിക്കാൻ തയ്യാറായവനാണ്. സാധാരണ യഹൂദന്മാർ പോകാത്ത സ്ഥലത്ത് അദ്ദേഹം പോകാൻ തയ്യാറായി. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും എന്ന് ഒരു വാക്യമുണ്ട്. ഈ ഫിലിപ്പോസിനെ ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പഴയ നിയമത്തിലെ യോശുവയാണ്. മോശ ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്ന സമയത്ത് മോശയുടെ ഭക്ഷണം ഒരുക്കാൻ, വസ്ത്രം നനച്ചു കൊടുക്കാൻ, മോശയുടെ ശുശ്രൂഷകനാകാൻ യോശുവ തയ്യാറായി. യോശുവ അല്പത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് യോശുവയെ ദൈവം സൈന്യാധിപനാക്കി. അതിനുശേഷം മോശയുടെ കാലശേഷം അദ്ദേഹത്തിന് കനാൻ നാടിൻ്റെ ലീഡറാക്കി. അതിനുശേഷം അദ്ദേഹം സൂര്യചന്ദ്രന്മാരെ നിർത്തുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ ഈ ഷണ്ണനെ കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ് രക്ഷയെങ്കിലേക്ക് നയിച്ച് സ്നാനപ്പെടുത്തിയ ഈ ഫിലിപ്പോസിനെ ദൈവം ആകാശത്തിലൂടെ എടുത്തുകൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണ് അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നത്? സ്നാനം വെള്ളത്തിൽ മുങ്ങിയാണ്. യേശു അതല്ലേ മാതൃക കാണിച്ചത്. പഴയ പാപങ്ങളെ നമ്മൾ കുഴിച്ചു മൂടുകയാണ്. പഴയ പാപങ്ങളോട് നാം എന്നേക്കും സലാം പറയുകയാണ്. അത് തളിച്ചതുകൊണ്ടായില്ല. അതായത് പഴയ ജീവിതത്തിന് മരിച്ചു, പഴയ ജീവിതത്തെ അടക്കുന്നു, ഒരു പുതിയ ജീവിതത്തിന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് കാണിക്കണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം. അതാണ് യേശു മാതൃക കാണിച്ചത്, അതാണ് യേശു കൽപ്പിച്ചത്. നാലാമതായിട്ട്, എന്തുകൊണ്ടാണ് കൂടെയുള്ളവരെ സ്നാനപ്പെടുത്താഞ്ഞത്? അവർ യേശുവിനെ വിശ്വസിച്ചില്ല. അവർ സത്യാന്വേഷികളായിരുന്നില്ല. രഥം ഓടിച്ച ആളുണ്ട്, ഇദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരുണ്ട്. പക്ഷേ അവർക്ക് ദൈവാത്മാവ് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല. അവർ സത്യാന്വേഷികളായിരുന്നില്ല. എന്നാൽ സത്യാന്വേഷിയായ യേശുവിനെ കൈക്കൊണ്ട് അത് ഏറ്റുപറഞ്ഞ ഈ മന്ത്രിയെ മാത്രമാണ് ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയത്. ഇദ്ദേഹം വളരെ മൈലുകൾ ഇതിനോടകം ഈ കാട്ടിക്കൂടെ മരുഭൂമിക്കൂടെ യാത്ര ചെയ്ത് കാണും. പക്ഷേ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ഫിലിപ്പോസിനെ അദ്ദേഹം മന്ത്രി നോക്കി നിൽക്കെ എടുത്തുയർത്തി
പറന്നു പോകാനിടയായി. ഇത് കണ്ട ഫിലിപ്പ് ഈ ഷണ്ണന് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹം മഹാസന്തോഷത്തോടെ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുവാനിടയായി. തീർച്ചയായിട്ടും എത്യോപ്യയിൽ സുവിശേഷം അറിയുവാൻ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുഖാന്തരമായി കാണും. തീർച്ചയായിട്ടും ഇതുപോലെ സത്യാന്വേഷികളായി കർത്താവിനെ അനുസരിക്കുവാൻ ഏവരെയും കർത്താവ് ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം തന്റെ സൂനുവെ കൈവേടിഞ്ഞതോർത്തിടുമ്പോ ആശ്ചര്യമേറുന്നു. എൻ പാപങ്ങൾ എന്നേക്കുമായി നീക്കാൻ ക്രൂശതിൽ താൻ വഹിച്ചെൻ